പാലക്കാട് നെന്മാറയിലെയും എറണാകുളം ചേന്നമംഗലത്തെയും കൂട്ടക്കൊലപാതകങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. ലഹരിക്കടിമയായ അയൽവാസിയുടെ ക്രൂരത 2 കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയത്. ഇങ്ങനെ മദ്യവും ലഹരിയും ഒരു നാടിനെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. സാധുക്കളായ അയൽവാസികളാണ് പലപ്പോഴും ഇരകളാകുന്നത്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ 18-കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച അയൽവാസിയെക്കുറിച്ച് കേട്ടു. ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടി വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മദ്യലഹരിയിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജോസ് ജാമ്യം കിട്ട് വീണ്ടും പുറത്തിറങ്ങാം. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിന് ആര് സുരക്ഷ ഒരുക്കും? ഇതോടൊപ്പം മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന 2 സംഭവങ്ങൾ കൂടി. കോഴിക്കോട് മദ്രസ ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കാസർഗോഡ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുകളും. ഈ വാർത്തകളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. അയൽവാസി പെട്രോളും ലൈറ്ററുമായി വീടിന് മുന്നിൽ. പെൺകുട്ടി മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. പെട്രോൾ ഒഴിച്ചതിന് പിന്നാലെ ലൈറ്റർ കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അവൾ അക്രമിയെ തള്ളി താഴെയിട്ടതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. ആലപ്പുഴ ബീച്ച് വാർഡ് സ്വദേശി ജോസ് മദ്യലഹരിയിലെത്തിയാണ് 18-കാരിക്ക് നേരെ അതിക്രമം കാട്ടിയത്. അയൽ തർക്കത്തെ തുടർന്ന് 2 കുടുംബങ്ങളും തമ്മിൽ കുറേ നാളുകളായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പകയിൽ വീട്ടിൽ ആളില്ലാത്ത തക്കം നോക്കിയെത്തിയ ജോസ് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടുത്ത മദ്യപാനിയായ ഇയാൾ മുൻപ് പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. യുവതി ഒറ്റയ്ക്കായിരുന്ന സമയം അയൽവാസി കൂടിയായ ജോസ് ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അസഭ്യം പറഞ്ഞുകൊണ്ടെത്തിയ ഇയാൾ വെല്ലുവിളികൾ നടത്തിയ ശേഷം മടങ്ങിപ്പോയി. പിന്നീട് തിരികെ കയ്യിൽ കരുതിയ കുപ്പിയിൽ പെട്രോളുമായി വരികയായിരുന്നു. യുവതി വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നതോടെ പെട്രോൾ ശരീരത്തിലേക്കും വീടിന്റെ മുൻഭാഗത്തേക്കും ഒഴിച്ചു. ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കാൻ ശ്രമിച്ചതോടെ അപകടം മനസ്സിലാക്കിയ യുവതി ജോസിനെ തള്ളി താഴേക്കിടുകയായിരുന്നു. അപ്പൊ ഞാൻ വന്ന് ഇറങ്ങി നോക്കി നോക്കുമ്പോൾ ഇയാള് ഗേറ്റ് തുറന്ന് ആദ്യം അകത്തോട്ട് കയറി. ഞാൻ പറഞ്ഞു തെറിയും വിളിച്ചതാ, ഭയങ്കരമായിട്ട് തെറി വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ കൊല്ലൂടി. അപ്പം കയ്യിൽ പെട്രോളൊന്നും ഇല്ലായിരുന്നു. ഉടനെ തെറി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ജോസെ പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഇവിടെ അങ്ങോട്ട് നോക്കി ഇരിക്കുമായിരുന്നു. ഉടനെ ഒരു 5 മിനിറ്റ് എടുത്തില്ല, അതിനുള്ളിൽ വന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഞാൻ കയ്യിൽ കുപ്പിയും ലൈറ്ററും ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. ഉടനെ ഇയാൾ ഗേറ്റ് തുറന്നത് എൻ്റെ മേത്ത് പെട്രോൾ ഇങ്ങനെ വീശി ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഉടനെ ലൈറ്ററുമായിട്ട് കത്തിക്കാൻ വേണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് ലൈറ്റർ തട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പത് ഞാൻ ആ സൈഡ് ഫുള്ള് കത്തിയായിരുന്നു, കാരണം ഫുള്ള് പെട്രോള് ഇരിക്കുമായിരുന്നു. അമ്മയെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസിനെ വിളിക്കുകയായിരുന്നു. യുവതി താമസിക്കുന്ന പുരയിടം പിടിയിലായ ജോസിന്റെ പിതാവിൽ നിന്നാണ് വാങ്ങിയത്. അന്നു മുതൽ മദ്യപിക്കുന്ന സമയങ്ങളിൽ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ജോസ് ശല്യപ്പെടുത്താറുണ്ടെന്ന് കുടുംബം പറയുന്നു. വീടിന് സമീപം തന്നെയുള്ള ഒരു ഷെഡിലാണ് ജോസും താമസിക്കുന്നത്. ഇതിനു മുൻപ് യുവതിയുടെ പിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കടുത്ത മദ്യപാനിയായ ഇയാൾ സ്ഥിരം ശല്യക്കാരനാണെന്ന് സൗത്ത് പോലീസ് പറയുന്നു. ന്യൂസ് 18 ആലപ്പുഴ. നമ്മുടെ കുട്ടികൾ സ്കൂളിലും പുറത്തുമൊക്കെ തനിച്ചു പോകുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകും. അവർ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങുന്നത് എത്രത്തോളം സുരക്ഷിതമായിരിക്കും? കോഴിക്കോട് പയ്യാനക്കല്ലിൽ നിന്ന് രാവിലെ കേട്ടത് അച്ഛനമ്മമാരെ സംബന്ധിച്ച് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. 10 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത് പട്ടാപ്പകലാണ്. മോഷ്ടിച്ച കാറിലെത്തിയ യുവാവ് ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. നാട്ടുകാർ ഇയാളെ ചോദ്യം ചെയ്തതോടെ പ്രതിക്ക് പിടിവീണു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമമായിരുന്നോ എന്ന് സംശയമുണ്ട്. കേസിൽ കാസർഗോഡ് സ്വദേശി സിനാൻ അലി യൂസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കടിമയായ സിനാൻ കർണാടകയിൽ ഒരു പോലീസുകാരനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്.
കോഴിക്കോട് പയ്യാനക്കൽ അങ്ങാടിക്ക് സമീപം ഫുട്ബോൾ കളിച്ച് മടങ്ങുന്നതിനിടെയാണ് 10 വയസ്സുകാരന് സമീപം സിനാൻ അലി കാർ നിർത്തിയത്. തന്റെയൊപ്പം വന്നാൽ വീട്ടിലിറക്കാമെന്ന് ഇയാൾ കുട്ടിക്ക് വാഗ്ദാനം നൽകി. നിരസിച്ചതോടെ കയ്യിൽ പിടിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. സംശയം തോന്നിയ നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇയാൾക്ക് കുട്ടിയുമായി ബന്ധമില്ലെന്ന് വ്യക്തമായി. പോലീസിൽ വിവരമറിയിച്ച ശേഷം കാറിൽ പതിച്ചിരുന്ന നമ്പറിൽ വിളിച്ചതോടെയാണ് ടാക്സി കാർ ബീച്ച് ആശുപത്രിക്ക് സമീപത്തു നിന്ന് മോഷ്ടിച്ചതാണെന്ന് വ്യക്തമായത്. കുട്ടിൻ്റെ അടുത്തേക്ക് വണ്ടി സൈഡായി കണ്ട് സംസാരിക്കുന്ന സീന് കാണുന്നുണ്ട്. അപ്പോൾ ഒരാളവിടെ നിരീക്ഷിക്കുന്നുണ്ട്, എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇതുണ്ട്, കുട്ടീൻ്റെ അടുത്ത് ബാഗ് ഉണ്ടായിരുന്നതിനെ കൊണ്ട് എനിക്കൊരു സംശയം, എന്തോ ഒരു പന്തികളാണെന്നുള്ളത് തോന്നി. വലിയ ആൾക്കാരോടല്ലേ ചോദിക്കേണ്ടത്, വയ്യ ഒഴിക്കുന്ന ആളാണെങ്കിൽ. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് വണ്ടിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് നിർത്തി അത് ഞാൻ നിർത്തിക്കാണ്ട് ചോദിച്ചു, എന്താ സംഭവം മോനേന്ന് വെച്ച്. കുട്ടീനെ വിളിച്ച്, അപ്പോൾ ഇന്ന വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടീൻ്റെ കൈ പിടിച്ചിക്കാണ്ട് ഞാൻ എന്താക്കി അവൻ്റെ അടുത്തേക്ക് വണ്ടിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം, എന്തോ ഒരു പന്തികേട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിക്കാൻ, ഞാൻ ഡോറ് തുറന്നു, ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. എൻ്റെ പേരെന്താണെന്ന് വെച്ച്, അല്ല എൻ്റെ നാട് എവിടെയാണെന്ന് വെച്ച്. ഞാൻ കാസർഗോഡ് വന്നത്. ഈ കാസർഗോഡുള്ള ഈ എന്തിനീ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയിക്കാൻ എൻ്റെ എന്താ ബന്ധമെന്ന് വെച്ച്. ബന്ധമല്ല, ഞാൻ പറഞ്ഞതാണ് കുട്ടീനോട് കയറിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തു, എൻ്റെ മൊബൈൽ. അപ്പോൾ എനിക്കൊരു സംശയമായി. അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഒരു മുണ്ടിൽ എന്തെല്ലോ സാധനം, ചെരുപ്പും സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അതെടുത്ത്, അപ്പോൾ ഞാൻ അടുത്തുള്ള ആളോട് പറഞ്ഞു ശ്രദ്ധിക്കണോട്ടോ, എന്തോ പന്തികളുള്ളതാണ്. ആ സാധനം എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഹാൻഡ്സിൻ്റെ പേക്ക് പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷമല്ല കണ്ടപ്പോൾ. ഈ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കാറിമെന്ന് നമ്പർ എടുത്തുകൊണ്ട് കാറിൻ്റെ ആ നമ്പർ എടുത്തുകൊണ്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു ഇവിടുന്ന് മിസ്സായിക്കിന്, വണ്ടി മിസ്സായിക്കിന്, ആ വണ്ടിയായിട്ട് വന്നതാണ്. അപ്പോൾ കളവാന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇതെന്താ തട്ടിക്കൊണ്ടാവാൻ വന്നത് തന്നെയാണെന്നുള്ളത്. ആ രീതിയിൽ പിന്നെ പോലീസ് വന്ന് ആളെ അവിടുന്ന് കൊണ്ടുപോയി. നാട്ടുകാർ ഇയാളെ പോലീസിന് കൈമാറി. ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കുട്ടിയെ കർണാടകത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. വാഹനത്തിൽ മുഖംമൂടിയടക്കം കരുതിയിരുന്നു. ലഹരിക്ക് അടിമയായ സിനാൻ അലി കർണാടക പോലീസിലെ ഉദ്യോഗസ്ഥനെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച കേസിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വീട്ടിൽ ചുമ്മാ വർത്തമാനമൊക്കെ പറയുമ്പോഴേ മക്കളോട് അവരുടെ പ്രണയത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചുമൊക്കെ മാതാപിതാക്കൾ സംസാരിക്കാറുണ്ടോ? അവരുടെ ബന്ധങ്ങളെ അന്ധമായി എതിർക്കുന്നതിന് പകരം എങ്ങനെയുള്ളവരെ പ്രണയിക്കണമെന്ന് മാതാപിതാക്കൾ ഇടയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലേലുണ്ടാകുന്ന ചതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കാസർഗോഡ് +2 വിദ്യാർത്ഥിനി പ്രേമിച്ചത് ഒരു ബസ് ഡ്രൈവറെയാണ്. പിന്നീട് അയാൾ 17കാരിയെ പ്രലോഭിപ്പിച്ച് ലോഡ്ജിൽ കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തു. അതിനുശേഷം നഗ്ന ദൃശ്യങ്ങൾ കാട്ടി വീണ്ടും പീഡിപ്പിച്ചു. കേസിൽ ബസ് ഡ്രൈവർ പടന്നക്കാട് സ്വദേശി ശരത് ചന്ദ്രൻ പോലീസിൻ്റെ പിടിയിലായി. ഇയാൾക്കെതിരെ ബലാത്സംഗം, പോക്സോ, IT എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിദ്യാർത്ഥിനിയായ 17കാരിയെ ഹോട്ടൽ മുറിയിലെത്തിച്ച് പലതവണ പീഡിപ്പിക്കുകയും പിന്നീട് നഗ്നചിത്രം പകർത്തി ഇത് കാട്ടി വീണ്ടും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്ന കേസിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പടന്നക്കാട് കരുവളത്തെ ശരത് ചന്ദ്രനാണ് അറസ്റ്റിലായത്. +2 പഠിച്ചിരുന്ന 17കാരിയായ പെൺകുട്ടിയെ സ്കൂളിൽ പോകുന്ന സമയം ബസ്സിൽ വെച്ച് പരിചയപ്പെടുകയും പ്രണയം നടിച്ച് 2024 ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോഡ്ജിലെത്തിച്ച് നഗ്നചിത്രം പകർത്തിയും പീഡിപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ ശേഷം നഗ്നചിത്രം കാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. പെൺകുട്ടി പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകിയതോടെ പോക്സോ, ബലാത്സംഗം, IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. വീട്ടിലെ പ്രശ്നം പരിഹരിക്കണമെന്നും ബാധ ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് മന്ത്രവാദികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെയുള്ള പല മന്ത്രവാദികളും വൻ തട്ടിപ്പുകാരായിരിക്കും. അവർ പ്രശ്നം പരിഹരിക്കില്ലെന്ന് മാത്രമല്ല, പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് സമ്മാനിക്കും. കാസർഗോഡ് 19കാരിയെ തട്ടിക്കൊണ്ടുപോയത് അമ്മയുടെ ബാധ ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞെത്തിയ മന്ത്രവാദിയാണ്. കേസിൽ വിദ്യാനഗർ സ്വദേശി അബ്ദുൾ റഷീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റഷീദിനെയും പെൺകുട്ടിയെയും കർണാടക വിരാജ്പേട്ടയിൽ നിന്നാണ്
ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. വിശദമായി മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പെൺകുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. കുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ച ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 19 വയസ്സുകാരിയെ കാണാതായെന്ന പരാതിയിൽ മന്ത്രവാദി പിടിയിൽ. വിദ്യാനഗർ കൊല്ലം കാനയിൽ അബ്ദുൾ റഷീദിനെയും യുവതിയെയും കർണാടക വീരാജ്പേട്ടയിൽ നിന്നാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ മകളെ കാണാനില്ലെന്ന മാതാവിന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസും ഉസ്താദിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ വിദ്യാനഗർ പോലീസും കേസെടുത്തിരുന്നു. പെൺകുട്ടിയുടെ മാതാവിന്റെ അസുഖം ഭേദപ്പെടുത്താനെന്ന പേരിൽ മന്ത്രവാദ ചികിത്സയ്ക്കെത്തിയ ഇയാൾ കഴിഞ്ഞ മാസം 22-നാണ് യുവതിയുമായി കടന്നു കളഞ്ഞത്. കോളേജിലേക്ക് പോയ പെൺകുട്ടിയെ വൈകുന്നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് മാതാവ് ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി അബ്ദുൾ റഷീദിനോടൊപ്പം പോയതാണെന്ന് കണ്ടെത്തിയത്. കർണാടകയിലെ ചിന്താമണിയിലേക്കാണ് ആദ്യം പോയത്. പിന്നീട് ഏർവാടി, പാലക്കാട്, കോയമ്പത്തൂർ, ഊട്ടി എന്നിവിടങ്ങളിൽ കറങ്ങിയവർ ഇരിട്ടിയിലെത്തി. ഈ സമയത്തെല്ലാം പോലീസ് ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് ഇരുവരെയും വീരാജ്പേട്ടയിൽ നിന്നും പിടികൂടുന്നത്. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. വീരാജ്പേട്ട പെട്രോൾ പമ്പിന് സമീപം കാർ നിർത്തിയിട്ട നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പോലീസ് പിടികൂടിയത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഉസ്താദിനൊപ്പം പോയതെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. അതേസമയം മന്ത്രവാദത്തിന്റെ പേരിൽ കൂടുതൽ പേർ അബ്ദുൾ റഷീദിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ജനപ്രതിനിധികളായ സ്ത്രീകൾക്ക് പോലും ഈ നാട്ടിൽ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പെണ്ണാണെങ്കിൽ അവളെ എങ്ങനെയും ആക്രമിക്കാമെന്നാണ് ചില പുരുഷന്മാരുടെ ചിന്ത. പത്തനംതിട്ട ആനിക്കാട് പഞ്ചായത്ത് ഓഫീസിൽ പട്ടാപ്പകലുണ്ടായ സംഭവം അല്പം ആശങ്കപ്പെടുത്തും. മദ്യലഹരിയിൽ പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറിയ യുവാവ് പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ നഗ്നതാ പ്രദർശനം നടത്തി. വാഹനം പാർക്ക് ചെയ്തതിനെ സംബന്ധിച്ചുള്ള അനാവശ്യ തർക്കമാണ് അതിക്രമത്തിന് കാരണം. കേസിൽ ആനിക്കാട് സ്വദേശി അജിത് ഫ്രാൻസിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ആനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായ സൂസൻ ഡാനിയലിൻ്റെ ചേംബറിൽ അതിക്രമിച്ചു കയറിയ അജിത് ഫ്രാൻസിസ് മദ്യലഹരിയിൽ പ്രസിഡന്റിനെയും ജീവനക്കാരെയും അസഭ്യം പറഞ്ഞ ശേഷമായിരുന്നു നഗ്നതാ പ്രദർശനം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അനാവശ്യ തർക്കമാണ് നഗ്നതാ പ്രദർശനത്തിന് കാരണം. ഓഫീസിലെ ജീവനക്കാർ അജിത്തിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. കീഴ്വായ്പൂര് പോലീസ് സംഭവ സ്ഥലത്തെത്തിയാണ് അജിത് ഫ്രാൻസിസിനെ കസ്റ്റഡിയിലെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ ഓഫീസിൽ അതിക്രമിച്ചു കയറി നഗ്നതാ പ്രദർശനം നടത്തിയതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതിന് വാട്സാപ്പ് ചാറ്റുകളും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഡിജിറ്റൽ വിവരങ്ങളും തെളിവ്. സൗഹൃദത്തിലായ ശേഷം വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തിനിടെ 5 തവണ ലൈംഗികമായി പീഡിപ്പിച്ചു. റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങളാണിത്. പരാതിക്കാരിയായ യുവ ഡോക്ടർ പറയുന്നത് ശരിവെക്കുന്നതാണ് കണ്ടെത്തൽ. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ ഹിൽ പാലസ് പോലീസും വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ജൂലൈ 31-നാണ് യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്.
മുൻകൂർ ജാമ്യമുള്ളതിനാൽ വേടനെ 2 ദിവസം ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. യുവതിയുടെ പരാതി ശരിവയ്ക്കുന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ. വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന്റെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെയും തെളിവുകളുണ്ടെന്ന് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. സൗഹൃദത്തിലാകുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തിനിടയിൽ 5 തവണ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് യുവ ഡോക്ടർ നൽകിയ പരാതി. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു. തുടർന്ന് വേടൻ ബന്ധത്തിൽ നിന്നും പിന്മാറിയെന്നും ഇത് തനിക്ക് വലിയ മാനസിക ആഘാതമുണ്ടാക്കിയെന്നും യുവതി പറയുന്നു. എന്നാൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയും തനിക്കുമിടയിൽ ഉണ്ടായിരുന്നതെന്നാണ് ചോദ്യം ചെയ്യലിൽ വേടൻ നൽകിയ മൊഴി. ഇന്നലെ കഞ്ചാവ് കേസിലും ഹിൽ പാലസ് പോലീസ് വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ഏപ്രിൽ 28-നാണ് വേടൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നും തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കഞ്ചാവ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഒരു കാലത്ത് അധോലോക തലവന്മാർ അടക്കി വാണിരുന്ന കൊച്ചി നഗരം പിന്നീട് ഗുണ്ടാ കൊട്ടേഷൻ നേതാക്കളെ പോലീസ് അടിച്ചമർത്തിയതാണ്. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ വീണ്ടും ഗുണ്ടാ സംഘങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇടപ്പള്ളിയിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ സംഘർഷം ഇരുചേരികൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്നാണ്. തൃശ്ശൂരിലെ ഗുണ്ടാ നേതാവ് ഹരീഷും സംഘവും ചേർന്ന് മറ്റൊരു ഗുണ്ടാ നേതാവ് രാജേഷിനെ ആക്രമിക്കുകയായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ അക്രമികൾ തന്നെയാണ് പ്രചരിപ്പിച്ചത്. കേസിൽ പ്രതി ഹരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകമടക്കം 60ഓളം കേസിൽ പ്രതിയാണ് പിടിയിലായ ഹരീഷ്. സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇക്കഴിഞ്ഞ 23 രാത്രി 8:30 ഇടപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് സംഘർഷമുണ്ടായത്. തൃശൂരിലെ ഗുണ്ടാ നേതാവ് പുലി എന്ന് വിളിക്കുന്ന ഹരീഷും സംഘവും ചേർന്ന് കായ്ക്കുരു രാകേഷ് എന്ന രാകേഷിനെ മർദ്ദിച്ചെന്നാണ് പരാതി. ഹരീഷിനൊപ്പം 21 വയസ്സുള്ള മകൻ അച്ചുവും കണ്ടാലറിയാവുന്ന മറ്റൊരാളും ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. അച്ചു പേനാക്കത്തി ഉപയോഗിച്ച് രാകേഷിന്റെ ചെവിയുടെ പിന്നിൽ തലയിൽ കുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കൊലപാതകമടക്കം 60ഓളം കേസുകളിൽ പ്രതിയാണ് ഹരീഷ്. പിടിച്ചുപറിയടക്കം 40ഓളം കേസിൽ പ്രതിയാണ് രാകേഷ്. ഹരീഷിനെ കഴിഞ്ഞ ദിവസം തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ തന്നെയാണ് പ്രചരിപ്പിച്ചത്. ഇടപ്പള്ളിയിലെ സംഘർഷത്തിൽ എളമക്കര പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. മദ്യപാനികളുമായി പരമാവധി വഴക്കിനും പ്രശ്നത്തിനും പോകാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും നല്ലത്. അതിന് അടുത്ത ബന്ധുക്കളാണേലും മദ്യം കലഹത്തിനും കൊലപാതകത്തിനും വരെയും വഴിവെച്ചേക്കാം. ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവാവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്താനുള്ള കാരണം മദ്യലഹരിയിലുണ്ടായ പ്രശ്നങ്ങളാണ്. മരിച്ച സോൾരാജിൻ്റെ സഹോദരി ഭർത്താവ് നാഗരാജാണ് കൊല നടത്തിയതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. സോൾരാജ് സംഭവ ദിവസം കള്ളുകുടിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അയാളുടെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് സഹോദരി ഭർത്താവ് യുവാവിനെ കഴുത്തറുത്ത് കൊന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. ഉടുമ്പൻചോല കാര്യത്തോട്ടിലെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ 30-കാരനായ സോൾരാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. പ്രാഥമികമായി കൊലപാതകമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് അന്വേഷണം. ഇടുക്കി എസ്പിയുടെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോന്റെയും ഉടുമ്പൻചോല നെടുങ്കണ്ടം SHOമാരായ PD അനൂപ് മോൻ, ജെർലിൻ വി സ്കറിയ എന്നിവരുടെയും നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ബന്ധുക്കളെയും നാട്ടുകാരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് നാഗരാജനെ സംശയം തോന്നി കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. മദ്യലഹരിയിൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന സോൾരാജിനെ പിച്ചാത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവ ദിവസം മരിച്ച സോൾരാജിന്റെ മാതാപിതാക്കളായ ശങ്കിലിമുത്തു, ശാന്ത എന്നിവരെ ഇയാൾ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടിരുന്നു. മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കുകയും ചെയ്തു. ഇതാണ് പ്രകോപന കാരണമെന്ന് നാഗരാജ പോലീസിനോട് പറഞ്ഞു.
കൃത്യം നടത്തിയതിനു ശേഷം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അടുത്തുള്ള ഏലത്തോട്ടത്തിലും പിറ്റേന്ന് അടുത്തുള്ള തോട്ടിലും ഉപേക്ഷിച്ചു. പ്രതിയെ സ്ഥലത്തെത്തിച്ച് നടത്തിയ പരിശോധനയിൽ തോട്ടിൽ നിന്നും കത്തി കണ്ടെടുത്തു. ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് തോട്ടിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം പുനലൂരിന് സമീപമുള്ള ആളുകോറാമല ഒരു ചെങ്കുത്തായ മലയാണ്. കാട് പിടിച്ച് കിടക്കുന്ന ആ റബ്ബർ തോട്ടത്തിലൂടെ അവിടെ എത്താൻ സാധാരണ മനുഷ്യരൊക്കെ ഒന്ന് ഭയപ്പെടും. അങ്ങനെയുള്ള പ്രദേശത്ത് ഒരാളെ കൊന്നു തള്ളിയാൽ പോലും പുറം ലോകം അറിയില്ല. കഴിഞ്ഞ ദിവസം ആളുകോറാമലയിലെ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ കെട്ടിയിട്ട നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ കേസിൻ്റെ അന്വേഷണം പോലീസിനെ കുഴപ്പിക്കുകയാണ്. മരിച്ചയാളെ തിരിച്ചറിയാൻ കഴിയാത്തതും കൊലയാളിയെ കണ്ടെത്താൻ കഴിയാത്തതുമാണ് വെല്ലുവിളി. കൂടുതൽ തെളിവുകൾ തേടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പുനലൂർ മുക്കടവിലെ റബ്ബർ തോട്ടത്തിൽ മധ്യവയസ്കന്റെ മൃതദേഹം ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു തുമ്പും ലഭിക്കാത്തതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. മരിച്ചയാളെ തിരിച്ചറിയാനോ കൊലയാളികളെ കണ്ടെത്താനോ കഴിയാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ തേടി പോലീസ് ഡ്രോൺ പരിശോധന നടത്തി. മൃതദേഹം ബന്ധിച്ചിരുന്ന ചങ്ങലയുടെ ഉറവിടം അറിയുന്നതിന് എവിടെ നിന്നെങ്കിലും ചങ്ങല മോഷണം പോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ആളുകേറ മലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് നിലവിൽ അന്വേഷണ സംഘത്തെ ആകെ കുഴപ്പിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട ആൾ ജീവനോടെ ഇവിടെ എത്തിയതാണോ അതോ മരിച്ച ശേഷം എത്തിച്ചതാണോ എന്ന് പോലും ഇതുവരെ പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിലവിൽ സംസ്ഥാന ഹൈവേയുടെ വശത്തുകൂടിയുള്ള വഴി കൂടാതെയുള്ള മറ്റ് സഞ്ചാരമാർഗങ്ങൾ ഡ്രോൺ പറത്തി പരിശോധിച്ചത്. മൃതദേഹം കിടന്ന ഭാഗത്തിന് ഏറ്റവും അടുത്ത് വാഹന സഞ്ചാരമാർഗം എവിടെ വരെ ഉണ്ടെന്നറിയുന്നതിനും റബ്ബർ തോട്ടത്തിൽ താഴ്ത്തി ഡ്രോൺ പറത്തി കൊടുംകാട്ടിൽ വസ്ത്രങ്ങളോ കേസ് അന്വേഷണത്തിന് സഹായകമാകുന്ന മറ്റ് സാധനങ്ങളോ സാമഗ്രികളോ ഉണ്ടോ എന്നും പരിശോധിച്ചു. മൃതദേഹം കിടന്ന ഭാഗത്തിന്റെ ചുറ്റുമുള്ള കുറെ കാടുകൾ പോലീസ് വെട്ടിത്തെളിച്ചിരുന്നു. ഇവിടെ നിന്ന് കേസ് അന്വേഷണത്തിന് സഹായകമാകുന്ന ചില സൂചനകൾ ലഭിച്ചുവെന്ന് അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി പറഞ്ഞു. ക്രൈം സീൻ തറോ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കാടുകളെല്ലാം മാറ്റി 10 പേരടങ്ങുന്ന ഒരു ടീം വളരെ സൂക്ഷ്മമായിട്ട് ക്രൈം സീൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടി എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. വീണ്ടും സെർച്ച് തുടരും. കാട് തെളിച്ചതിൻ്റെ കുറച്ച് മെറ്റീരിയൽ ഒബ്ജക്ട്സ് കൂടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് ഓരോരുത്തരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പാടാക്കി വിട്ടിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്ത് തോട്ടത്തിൽ കാട് പടർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇനിയും പരിശോധന നടത്തിയിട്ടില്ല. അതിന് മുന്നോടിയായാണ് ഡ്രോൺ പറത്തിയത്. 20 അംഗ സംഘം തമിഴ്നാട്ടിലും കേരളത്തിലുമായി എല്ലാ ഉറവിടങ്ങളിലും അന്വേഷണം നടത്തിവരികയാണ്. മൃതദേഹം ബന്ധിച്ചിരുന്ന ചങ്ങല എവിടെ നിന്ന് ലഭിച്ചുവെന്നും സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച കന്നാസിലും കുപ്പിയിലുമായി ഇന്ധനം എത്തിച്ചെങ്കിൽ അത് എവിടെ നിന്നെന്നും കണ്ടുപിടിക്കാനായി സമീപത്തെ പമ്പുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. തെളിവുകളിൽ പ്രധാനമായുള്ളത് മൃതദേഹം മരത്തിൽ ബന്ധിച്ച ചങ്ങലയാണ്. 3.5 മീറ്ററോളം നീളമുള്ള ഈ ചങ്ങലയെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കി. ആനയുടെ ഇടച്ചങ്ങലയായി ഉപയോഗിക്കുന്ന ചങ്ങലയാണെന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത്. എന്നാൽ ഈ ചങ്ങല കടകളുടെയും മറ്റും മുന്നിൽ വാഹനം ഇടിക്കാതിരിക്കാനും വഴികളിൽ തടസ്സം സൃഷ്ടിക്കാനും ഉപയോഗിക്കുന്ന ഇടത്തരം ചങ്ങലയാണെന്ന് കണ്ടെത്തി. ഇത് പുതിയ ചങ്ങലയല്ലാത്തതിനാൽ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ നിഗമനം. എവിടെയെങ്കിലും ഇത്തരം ചങ്ങല നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിവരം പോലീസിനെ അറിയിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചങ്ങല കൂടാതെ ഒഴിഞ്ഞ കന്നാസ്, കുപ്പി, കീറിയ ബാഗ്, കത്രിക തുടങ്ങിയവയും പ്രധാന തെളിവുകളായുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇടതുകാലിന് സ്വാധീനമില്ലാത്ത ആളിന്റെ ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ റിയയും ജിനുവും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നൊരു കാലമുണ്ട്. വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച കുടുംബം. അതിനിടെ റിയ മികച്ച ജോലി തേടി ഇറ്റലിയിലേക്ക് പോയി. പറക്കമുറ്റാത്ത 2 മക്കളെ വളർത്താൻ ഭർത്താവ് ജിനു കുറേ കഷ്ടപ്പെട്ടതാണ്.
പണവും സമ്പാദ്യവും ഒക്കെ ആയതോടെ ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. കഴിഞ്ഞ ദിവസം അങ്കമാലി മൂക്കന്നൂരിൽ നടുറോഡിൽ ഭാര്യയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ദാമ്പത്യ തർക്കത്തെ തുടർന്നാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ജിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂക്കന്നൂർ സ്വദേശി ജിനുവിനെ കോഴിക്കോട് നിന്നാണ് പിടികൂടിയത്. കുത്തേറ്റ റിയ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അങ്കമാലി മൂക്കന്നൂർ ഫെറോനോ പള്ളിക്ക് പുറകുവശത്തെ റോഡിൽ വെച്ചാണ് ജിനു ഭാര്യ റിയയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട ജിനുവിനെ കോഴിക്കോട് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. അങ്കമാലി സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. റിയയും ജിനുവും വേർപിരിയുന്നത് സംബന്ധിച്ച കേസ് കോടതിയിൽ നടന്നുവരികയാണ്. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന റിയ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത്. കോടതിയുടെ അനുമതിയോടെ കുട്ടികളെ കാണാനെത്തിയതാണ്. 10ലും 8ലും പഠിക്കുന്ന 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്. തനിക്കൊപ്പം കഴിയുന്ന മക്കളെ റിയ കാണുന്നത് ജിനുവിന് ഇഷ്ടമായിരുന്നില്ല. റിയ മൂക്കന്നൂരിലെത്തിയതറിഞ്ഞ ജിനു വഴിയിൽ കാത്തുനിന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. റിയയുടെ കഴുത്തിനും വയറിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി അപകടനില തരണം ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കോടഞ്ചേരി തുഷാരഗിരിയിൽ പാലത്തിൽ തലയും ഉടലും വേർപെട്ട നിലയിൽ മൃതദേഹം. നേരിൽ കണ്ടാൽ പേടി തോന്നും, അത്രയ്ക്കും ഭയാനകമായ കാഴ്ച. പുലിക്കയം സ്വദേശിയും കള്ളുഷാപ്പ് തൊഴിലാളിയുമായ ബെന്നിയാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. പാലത്തിൽ നിന്ന് ചാടിയതിൻ്റെ ആഘാതത്തിൽ ഇയാളുടെ കഴുത്തറ്റ് പോവുകയായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. എന്നാൽ എന്താണ് ആത്മഹത്യ കാരണമെന്ന് വ്യക്തമല്ല. പാലത്തിന്റെ കൈവരിയിൽ നിന്ന് കഴുത്തിൽ കയർ മുറുക്കിയ ശേഷം പുഴയിലേക്ക് ചാടിയതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. ചാടിയതിന്റെ ആഘാതത്തിൽ ഇയാളുടെ കഴുത്തറ്റ് പോകുകയായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. രാവിലെ വിനോദസഞ്ചാരികളാണ് മൃതദേഹം ആദ്യമായി കണ്ടത്. കയറിന്റെ ഭാഗത്ത് തല മാത്രം തൂങ്ങിക്കിടന്ന നിലയിലായിരുന്നു. പുലിക്കയം സ്വദേശിയും കള്ളുഷാപ്പ് തൊഴിലാളിയുമായ ബെന്നിയാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ ബൈക്കും ചെരുപ്പും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. വിവരമറിഞ്ഞതിനെ തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കോടഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് അടുത്തടുത്ത ദിവസങ്ങളിൽ ഡ്രൈ ഡേ. രാവിലെ മുതൽ 2 സ്മോൾ അടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുന്ന ചേട്ടന്മാരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. എന്നാൽ ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ ചില സന്മനസ്സുള്ള ആളുകളുണ്ട് കേട്ടോ. കേരളത്തിലെ ഡ്രൈ ഡേ ലക്ഷ്യമിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായ രീതിയിലാണ് ഇവിടേക്ക് മദ്യം എത്തിക്കുന്നത്. കൊല്ലത്തും മലപ്പുറം തിരൂരിലുമായി വൻതോതിൽ മദ്യം പിടിച്ചെടുത്തു. കൊല്ലത്ത് 206 കുപ്പി മദ്യവുമായി ഒരാൾ പിടിയിലായി. തിരൂരിൽ 75 ലിറ്ററോളം മദ്യമാണ് എക്സൈസ് കണ്ടെടുത്തത്. സംസ്ഥാനത്ത് ഡ്രൈ ഡേ കണക്കിലെടുത്ത് വൻതോതിൽ മദ്യം കടത്താൻ ശ്രമം നടക്കുന്നതായി എക്സൈസിന്റെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തിരൂർ പയ്യനങ്ങാടിയിലെ അണ്ണാനഗർ ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് തമിഴ്നാട് സ്വദേശി കുമാരേശൻ നടത്തിവന്ന മദ്യവിൽപ്പനയാണ് കണ്ടെത്തിയത്. 75 ലിറ്ററോളം മദ്യം എക്സൈസ് പിടിച്ചെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ കാർത്തികേയന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രതിയുടെ സ്കൂട്ടറിൽ നിന്നും മുറിയിൽ നിന്നുമാണ് വിവിധ ബ്രാൻഡുകളിലായുള്ള മദ്യം പിടികൂടിയത്. ദിവസങ്ങളോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലായത്. തിരൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊല്ലം
തൃക്കടവൂരിൽ നീരാവിൽ സ്വദേശി ജോൺ പോളാണ് പിടിയിലായത്. നീരാവിലെ വീട്ടിലായിരുന്നു 103 ലിറ്റർ മദ്യം സൂക്ഷിച്ചിരുന്നത്. 2 ദിവസം മദ്യശാലകൾ അവധിയായതിനാൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചതാണ് മദ്യമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊല്ലത്ത് പിടികൂടിയത് 226 ലിറ്റർ മദ്യമാണ്. ന്യൂസ് 18 കൊല്ലം, മലപ്പുറം. കേരളത്തിലെ പല ചെറുപ്പക്കാരും ഇപ്പോൾ ലഹരിക്ക് അടിമകളാണ്. ഇങ്ങനെയുള്ളവരെ ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് മാഫിയ സജീവമായി രംഗത്തുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി എത്തിക്കുന്നത്. കൊല്ലം ചടയമംഗലത്ത് 3.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പോലീസിന്റെ വലയിലായി. പുലർച്ചെ നടന്ന വാഹന പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. വർക്കലയിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് പൊതികൾ പ്രദേശത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്ന് പ്രതികൾ സമ്മതിച്ചു. വിപണിയിൽ ഏകദേശം 1.5 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവ് പൊതികളാണ് പ്രതികളിൽ നിന്ന് പിടികൂടിയത്. ഇളമാട് തേവന്നൂർ സ്വദേശികളായ അഖിൽ, അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. പുലർച്ചെ ചടയമംഗലം അയത്തിലലിയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും കുടുങ്ങിയത്. ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂരിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ചടയമംഗലം പോലീസും റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇന്ന് വെളുപ്പിന് ഒരു 3:30 പോരേടം ചടയമംഗലം ഭാഗത്ത് പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്ത് വരവേ അയത്തില പാലത്തിന് സമീപം വെച്ച് ഒരു വെയിറ്റിംഗ് ഷെഡിന് സമീപം ഒരു ബൈക്കിൽ 2 പേര് ഇരിക്കുന്നതായിട്ടും ഉടൻ തന്നെ പോലീസ് പാർട്ടിയെ കണ്ട് ഇവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോകാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസ് തടഞ്ഞ് അവരെ പരിശോധിച്ചതിൽ അവരെ ബാഗിൽ നിന്ന്, അതായത് തേവന്നൂർ സ്വദേശി അഖിലിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൽ നിന്ന് 3 കിലോ 650 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതും അതുപോലെ ഇത് കടത്തിക്കൊണ്ടുപോകാൻ വന്ന വാഹനവും അടുത്തുണ്ടായിരുന്നു. അതുപോലെ 2ാം പ്രതി ഓടാൻ ശ്രമിച്ചു. എൻ്റെ പേര് അഷറഫാണ്. തേവന്നൂർ സ്വദേശി അഷറഫ്. അയാളെ പോലീസ് പാർട്ടി പിന്തുടർന്ന് പിടികൂടി അവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രതികളിൽ ഒരാളായ അഖിൽ മുമ്പും കഞ്ചാവുമായി ആന്ധ്രയിൽ പിടിയിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ആളാണ്. ഇവർ വർക്കലയിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് തേവന്നൂർ, ചടയമംഗലം മേഖലകളിൽ വിൽപ്പന നടത്താനായിരുന്നു ലക്ഷ്യം. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. വൻ കൊള്ള ലക്ഷ്യമിട്ടാണ് കവർച്ചാ സംഘം പാലക്കാട് പട്ടാമ്പി നഗരത്തിലെ ജ്വല്ലറി കുത്തിത്തുറന്നത്. എന്നാൽ ഇരുട്ടിൻ്റെ മറവിൽ അതിവിദഗ്ധമായി കവർച്ച നടത്തിയിട്ടും അവിടെ നിന്ന് ആകെ ലഭിച്ചത് 8 പവൻ സ്വർണം മാത്രം. ഒടുവിൽ കള്ളന്മാരെല്ലാം പോലീസിൻ്റെ പിടിയിലുമായി. തൃശ്ശൂർ മാള സ്വദേശി ജോസിനെയാണ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത്. കേസിൽ നേരത്തെ 2 പ്രതികളെ പിടികൂടിയിരുന്നു. കഴിഞ്ഞ മാസം 25-നാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ആരാധന ജ്വല്ലറിയിൽ നിന്ന് പൂട്ടും ചില്ലും തകർത്ത് സ്വർണം കവർന്നത്. സെപ്റ്റംബർ 25-നാണ് തിരക്കേറിയ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിക്കുന്ന ആരാധന ജ്വല്ലറി കുത്തിത്തുറന്ന് കവർച്ച നടന്നത്. 8 പവനോളം സ്വർണം മോഷ്ടിച്ച കേസിൽ പട്ടാമ്പി പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് പ്രതികളെ വേഗത്തിൽ പിടികൂടിയത്. കേസിലെ 3ാമത്തെ പ്രതിയാണിപ്പോൾ പിടിയിലായത്. ചാലക്കുടി മാള സ്വദേശി MK ജോസിനെയാണ് പട്ടാമ്പി പോലീസ് വയനാട് നിന്നും കസ്റ്റഡിയിലെടുത്തത്. കേസിൽ നേരത്തെ തിരുവനന്തപുരം സ്വദേശി ബിനു, ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശി റഫീഖ് എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് പിടിയിലായിരുന്നു. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്ക്വാഡുകൾ CCTV ദൃശ്യങ്ങളും അതിഥി തൊഴിലാളി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. തുടർന്ന് ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ കടകളിൽ പണയം വെക്കുകയും വിൽക്കുകയും ചെയ്തുവെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് 18 പട്ടാമ്പി. പകയും പ്രതികാരവും മനസ്സിലിട്ട് നടക്കുന്നവർ ആരെയും കൊലപ്പെടുത്താൻ മടിക്കില്ല. അതിനായി അവർ ഏതു വഴിയും സ്വീകരിക്കും. ചിലർ നേരിട്ട് വന്ന് മുന്നിൽ നിന്ന് കുത്തും. മറ്റു ചിലർ രഹസ്യമായി വകവരുത്താനുള്ള തന്ത്രങ്ങൾ മെനയും. ഇടുക്കി തോപ്രാംകുടിയിൽ കുടുംബത്തെ കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. തോപ്രാംകുടി സ്വദേശി അനീഷിൻ്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയതായി പരാതി ഉയർന്നത്. സംഭവത്തിൽ വീട്ടുടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
ഇടുക്കി തൊപ്രാംകുടിക്ക് സമീപം പ്രകാശ് ടവർ ജംഗ്ഷനിലെ കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് വിഷം കലർത്തിയതായി പരാതി. കുടിക്കാനായി വെള്ളമെടുത്തപ്പോൾ നീലനിറം കണ്ടതോടെയാണ് വിഷം കലർന്നതായി തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ചോറിനായിട്ടിരുന്നു. അപ്പം കുടിക്കാൻ വെള്ളമില്ലാതുണ്ട്. പെട്ടെന്ന് നമ്മൾ സ്റ്റൗവിലേക്ക് ടാപ്പിൽ നിന്ന് പിടിച്ച് വെള്ളം അടുപ്പ് വെച്ചു. ആ അടുപ്പ് വെച്ചൊരു 8:45-9 ഞങ്ങൾ ചോറുകൊണ്ട് കഴിഞ്ഞിട്ട് അപ്പം ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് ഊറ്റി കഴിഞ്ഞപ്പം ആ വെള്ളത്തിന് കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ വെള്ളം ചൂട് കൂടുതലായതുകൊണ്ട് ഈ ടാപ്പിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് ഗ്ലാസ്സിലേക്ക് വെച്ചപ്പം ഗ്ലാസ്സിലെ വെള്ളം പതഞ്ഞ് കയറി വരുന്നു. ഒരു നീല കളർ പോലെ ഉണ്ട്. ഞാനിതോർത്ത് ദിവസം ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും ആയിരിക്കും. ഞാൻ ഈ ഗ്ലാസ് വെള്ളം ഈ വാഷ് ബേസിനകത്തിട്ട് മറിച്ച് കളയും. വീണ്ടും ഞാൻ അടുത്ത ഗ്ലാസ് എടുത്ത് ഈ വെള്ളം പിടിച്ച് കഴിഞ്ഞപ്പോൾ അതേ കളർ തന്നെ വന്നുകൊണ്ടിരിക്കും. വീണ്ടും ഞാൻ വേറെ ഗ്ലാസ്സിൽ എടുത്തപ്പോഴും വീണ്ടും അതേ കളർ തന്നെ. പിന്നെ പെട്ടെന്ന് ഇതെന്നാന്ന് പറഞ്ഞാൽ ടാപ്പ് നിർത്തിയിട്ട് താഴെ ചെറിയൊരു കുഴിയാണ്. അവിടെ ചെന്ന് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തപ്പോൾ ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ തിരിച്ച് ടാങ്കിൽ കയറിയപ്പോൾ ടാങ്കിലെ വെള്ളത്തിനും ലൈറ്റ് അടിച്ചപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം പോലെ കണ്ടു. അന്നേരം ഞാൻ പിന്നെ ആ 1-2 കുപ്പിയിലും കൂടെ പിടിച്ചിട്ട് ഞാൻ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞു. മെമ്പർ അന്നേരം ഹെൽത്തിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഹെൽത്തിൽ നിന്ന് അവർ പറഞ്ഞു. അന്നേരം അവർ ആ രാത്രി തന്നെ ഹെൽത്തിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇതിപ്പം ടാങ്കിലായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുഴിയിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവർ നോക്കാമായിരുന്നു. ഇപ്പം ടാങ്കിലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കും ശത്രുത ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പാത്രത്തിൽ ശേഖരിച്ച വെള്ളം അമിതമായി പതയുകയും നീലനിറം പടരുകയും ചെയ്തതോടെ സംശയം തോന്നിയ അനീഷ് മുരിക്കാശ്ശേരി പോലീസിൽ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുകയും ചെയ്തു. തന്നോടാർക്കും വിരോധമുള്ളതായി അറിയില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുംബൈയിൽ ലൈംഗിക തൊഴിലാളിയെ ബലാത്സംഗം ചെയ്തു കൊന്ന ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പ്രതി ചന്ദ്രപാൽ രാംഖിലാടി പിടിയിലായത് ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്ന്. സെപ്റ്റംബർ 25-ന് മുംബൈയിലെ മലാഡിലായിരുന്നു കൊലപാതകം. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് സംഭവം. ആന്ധ്ര സ്വദേശിനിയാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. രേഖകൾ പരിശോധിക്കാൻ വാഹനം തടഞ്ഞു നിർത്തിയ ശേഷമായിരുന്നു പീഡനം. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന ഉത്തർപ്രദേശിലെ മുൻ മന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ ഗായത്രി പ്രജാപതിയെ ലക്നൌ ജയിലിനുള്ളിൽ വെച്ച് സഹതടവുകാരൻ ആക്രമിച്ചു. പരിക്കേറ്റ പ്രജാപതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഖിലേഷ് യാദവ് സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന പ്രജാപതിയെ ബലാത്സംഗ കുറ്റം ചുമത്തി 2017-ലാണ് അറസ്റ്റ് ചെയ്തത്. ഗായകൻ സുബീൻ ഗാർഗിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയും ഇവന്റ് മാനേജർ ശാംകനു മഹന്തയും അറസ്റ്റിലായി. ഡൽഹിയിൽ നിന്ന് അറസ്റ്റിലായ ഇരുവരെയും ഗുവാഹട്ടിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് സൂചന. ചെന്നൈ വിമാനത്താവളത്തിൽ കോടികളുടെ ലഹരിമരുന്നുമായി ബോളിവുഡ് നടൻ അറസ്റ്റിൽ. 3.5 കിലോഗ്രാം കൊക്കൈനുമായാണ് യുവനടൻ അറസ്റ്റിലായത്. 35 കോടി രൂപ വില വരുന്ന കൊക്കൈനാണ് പിടിച്ചെടുത്തത്. 18-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ. വയനാട് സ്വദേശിയായ ക്രിസ്റ്റി ബിനുവിനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. കൗമാരപ്രായത്തിൽ പല പെൺകുട്ടികളുടെയും ഏറ്റവും വലിയ ശത്രു സ്വന്തം അമ്മയായിരിക്കും. ചില വീടുകളിലെത്തിയാൽ അമ്മയും മക്കളും തമ്മിലുള്ള കലഹം പതിവായി കേൾക്കാൻ കഴിയും. അവരുടെ പഠനം, പ്രണയം, മൊബൈൽ ഫോൺ ഉപയോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും വഴക്കിന് കാരണം. ആലപ്പുഴ വാടക്കലിൽ അമ്മയും മകളും തമ്മിലുള്ള വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 17-കാരി അമ്മയെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. അമ്മ ഫോൺ ചാർജർ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതാണ് പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചത്. കഴുത്തിന് കുത്തേറ്റ വീട്ടമ്മ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇങ്ങനെ വീട്ടിൽ കലാപം സൃഷ്ടിക്കുന്ന മക്കളോട് സ്നേഹത്തോടെ പറയട്ടെ, ഈ പ്രായത്തിൽ അച്ഛനും അമ്മയും പറയുന്നത് തെറ്റാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാം. എന്നാൽ നിങ്ങളുടെ ഭാവിയെ കരുതിയാണ് അവർ പ്രണയബന്ധങ്ങൾക്കും ഫോൺ ഉപയോഗത്തിനുമൊക്കെ എതിര് നിന്നതെന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.